ലോക്കൽ പോലീസ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന കോണിയുടെ ചുവട്ടിൽ കണ്ട ചെരുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചെരുപ്പ് പ്രതിയുടേതാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല. അതെന്താ? പ്രതി കുറ്റമേറ്റു പറഞ്ഞ് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കുളത്തിലേക്ക് വലിച്ചു എറിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് കത്തി കണ്ടെടുത്തത്? പാറക്കുളം അമ്പലച്ചരയുടെ അടുത്തെത്തിയിട്ട് കത്തി വലിച്ചെറിഞ്ഞ സ്ഥലം എവിടെയെന്ന് ചോദിച്ചപ്പോൾ പ്രതി തന്നെ ചൂണ്ടിക്കാണിച്ചു തരികയായിരുന്നു. പിന്നെ അയാൾക്ക് നീന്തൽ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരാളെ വിളിച്ചുകൊണ്ടെന്ന് ഇറങ്ങി എടുപ്പിച്ചത്. സാർ, കുളത്തിന്റെ കരയിലെത്തി ആ കത്തി കിടക്കുന്ന സ്ഥലം അജയൻ ചൂണ്ടിക്കാണിച്ചപ്പോ താങ്കൾ എന്താണ് ചെയ്തത്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരാളെ വിളിപ്പിച്ച് കത്തി മുങ്ങി എടുപ്പിച്ചു. സാധാരണ പ്രതികളെ കൊണ്ട് തന്നെയല്ലേ അത് ചെയ്യിക്കാറ്, പിന്നെ എന്തിനാ വേറെ ആളെ വിളിപ്പിച്ചത്? മോളെ ഹന്ന, അയാള് പറഞ്ഞില്ലേ പ്രതിക്ക് നീന്തൽ അറിയില്ല, അതുകൊണ്ട് വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്ന് എടുത്തു എന്നൊക്കെ. ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ കുട്ടി? മിസ്റ്റർ സൈമൺ, അജയന് നീന്തൽ അറിയില്ലെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാനത് പറഞ്ഞതല്ലേ. എന്താ ഹന്ന? അജയന് നീന്തൽ അറിയില്ലെന്ന് എപ്പോഴാണ് താങ്കൾ മനസ്സിലാക്കിയത്? കുളക്കരയിൽ തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോ. അപ്പോ നിങ്ങളൊരു നീന്തൽക്കാരനെ വിളിച്ചു വരുത്തിയല്ലേ? അതെ. ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല, യുവർ ഓണർ. ഇത് ആദ്യമേ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ സമയം മെനക്കെടുത്തുന്നത്? The court disperses now. The trial will continue after lunch. താൻ എന്നോട് നുണ പറഞ്ഞു അല്ലേ? അജ്മൽ എന്നൊരു പേര് തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാണോ? ഇല്ല, അങ്ങനെ ആരും വിളിച്ചായിട്ട് നോർമലില്ല. അപ്പൊ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റോ? അതൊന്നും എനിക്കറിയില്ല. പണ്ട് ഹൈദരാബാദിൽ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ മുതലാളി പണിയെടുക്കാൻ പ്രായമായിട്ടില്ല, കേസ് വന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് വണ്ടി കയറ്റി വിട്ടു. അന്ന് വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടാക്കിയത്. അയാളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല വക്കീലെ. പിന്നെ തന്നെ അവിടെ എല്ലാവരും എന്താ വിളിച്ചിരുന്നേ? അവിടെ തന്നെ എല്ലാവരും ഒരു ഇരട്ടപ്പേരാ വിളിച്ചോണ്ടിരുന്നത്. അതെന്താ? എന്താന്ന് വെച്ച് പറയാ അജയ. മതി മതി, ബാബാ വാടോ, ഇങ്ങോട്ട് വാങ്ങിയോട്ട് വാ. കേസ് നമ്പർ 41/2017 CW 14 മനോജ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മിസ്റ്റർ മനോജ്, താങ്കളോട് ആരാണ് പാറയക്കുളം അമ്പലച്ചിറയിലേക്ക് വരാൻ പറഞ്ഞത്? സ്റ്റേഷനിലെ SI വിനയൻ സാറാണ്. മനോജ് കോസ്റ്റൽ ഗാർഡല്ലേ? എവിടെയാ ജോലി ചെയ്യുന്നത്? ചെറായ ബീച്ചിലാണ്. അപ്പോ അന്ന് ജോലിക്ക് പോകണ്ടായിരുന്നോ? ഞാനന്ന് ലീവ് എടുത്തേക്കുമല്ലോ. അതെന്താ അന്ന് ലീവ് എടുത്തത്? അന്ന് ലീവ് എടുത്തോളം SI സാറ് വിളിച്ചു പറഞ്ഞായിരുന്നു. ആ കത്തി മുങ്ങിയെടുക്കാൻ വേണ്ടിട്ടായിരുന്നോ? ആ, ഒരു 10-10:30 ആകുമ്പോഴേക്കും ക്രൈംബ്രാഞ്ചുകാർ പ്രതിയും കൊണ്ട് കുളത്തിൻ്റെ അവിടെ വരും. അപ്പോഴേക്കും നീ അവിടെ ഉണ്ടാവണമെന്ന് SI സാറ് പറഞ്ഞു. അപ്പൊ SI സാർ എപ്പോഴാണ് നിങ്ങളെ ഫോൺ വിളിച്ചതൊക്കെ പറഞ്ഞത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇത്തരം സില്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കോടതിയുടെ സമയം മെനക്കെടുത്തുന്ന പണി എൻ്റെ പഴയ അസിസ്റ്റന്റ് കൂടിയായ ഹന്ന ഒരു പതിവാക്കിയിരിക്കുകയാണ്. ഇത് അനുവദിക്കരുത്. ഹന്ന താങ്കളുടെ പഴയ അസിസ്റ്റന്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ഇതൊരു സില്ലി ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹന്ന, യു പ്രൊസീഡ്. താങ്ക് യു സർ. SI സാർ മനോജിനെ എപ്പോഴാ വിളിച്ചത്? അത് മുങ്ങിയെടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രി. യുവർ ഓണർ, ട്രെയിൻഡ് ഡൈവറായ ഒരാളെ മുൻകൂട്ടി ക്രൈംബ്രാഞ്ചുകാർ ഏർപ്പാടാക്കി നിർത്തിയിരിക്കുകയായിരുന്നെന്നാണ് മനോജ് ഈ പറഞ്ഞതിന്റെ സാരാംശം. ഈ കോടതിയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സൈമൺ ജോർജ് സമർപ്പിച്ച മൊഴി പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണെന്ന് ഇതിലൂടെ മനസ്സിലാകും.